ഷോക്കിംഗ് റെവലേഷൻ ബൈ MP സ്വാതി മല്ലിവാൾ എന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്വാതി മല്ലിവാളിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്നുള്ളതാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് അരവിന്ദ് കെജ്രിവാൾ എങ്ങനെയാണ് ഇതൊക്കെ പണിതുയർത്തുന്നത് എന്നുള്ള ചോദ്യമാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ശീഷ് മഹലിനെ കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല. അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പണിതുയർത്തിയ മണിമാളികയാണ് ഈ ശീഷ് മഹൽ എന്ന് പറയുന്നത്. അതിനുള്ളിൽ ഗജഗംഭീരമായിട്ടുള്ള ആഡംബര വസ്തുക്കളുണ്ട്, വലിയ രീതിയിലുള്ള ആഡംബര ബാത്ത് ടബുകളുണ്ട്, സ്ഫടികം പോലെ തിളങ്ങുന്ന തറകളുണ്ട്. അതിനകത്ത് അരവിന്ദ് കെജ്രിവാളിന് കിടന്നുറങ്ങാനായി വലിയ രീതിയിലുള്ള കട്ടിലുകളുണ്ട്, മെത്തകളുണ്ട്. അങ്ങനെ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ലക്ഷറിയുടെ അങ്ങേ അറ്റമാണ് അരവിന്ദ് കെജ്രിവാളിന് ശീഷ് മഹലിലൂടെ ലഭിച്ചിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തായാലും പഞ്ചാബ് ഇപ്പോൾ പഞ്ചാബിൽ, അതായത് പഞ്ചാബ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളാണ് AAPയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഈ പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരും കൂടെ അറിഞ്ഞുകൊണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം, ഇപ്പോൾ പഞ്ചാബിൽ ശീഷ് മഹലിനെക്കാട്ടിലും വലിയൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ വലിയൊരു കെട്ടിട സമുച്ചയം അരവിന്ദ് കെജ്രിവാൾ നിർമ്മിച്ചിരിക്കുകയാണ് എന്ന ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നു. ആഫ്റ്റർ വെക്കേറ്റിംഗ് ഡൽഹി ശീഷ് മഹൽ, Arvind Kejriwal has now secured an even grander one in Punjab, a 2-acre 7-star CM Kota bungalow in Chandigarh Sector 2, complete with a helipad എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 2 ഏക്കറിൽ 7-star CM Kota ബംഗ്ലാവാണ് ഇപ്പോൾ ചണ്ഡീഗഡിൽ സെക്ടർ 2-വിൽ ഒരു ഹെലിപാഡോടുകൂടി ഇപ്പോൾ പണി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. He reportedly flies from his doorstep in a government helicopter to Ambala, then boards a Punjab government contracted private jet for party work. അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ഹെലികോപ്റ്ററിൽ കയറി അംബാലയിലേക്ക് പോകും. അവിടെ നിന്നും പഞ്ചാബ് ഗവൺമെൻറ്റിനെ കോൺട്രാക്റ്റിലുള്ള ഒരു പ്രൈവറ്റ് ജെറ്റിലാണ് അരവിന്ദ് കെജ്രിവാൾ പിന്നീട് സഞ്ചരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആൻഡ് എൻറ്റയർ സ്റ്റേറ്റ് മെഷീനറി സെർവിങ് വൺ മാൻ, അതായത് സമ്പൂർണ്ണമായിട്ടുള്ള ഗവൺമെൻറ്റും പഞ്ചാബിലെ ആം ആദ്മി ഗവൺമെൻറ്റും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ഒരു നെറികേടിന് ചട്ടുകമാകുന്ന അല്ലെങ്കിൽ ചുക്കാൻ പിടിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ട്രൂലി റോയൽ പ്രിവിലേജസ് അൺമാച്ച്ഡ് ഈവൻ ഇൻ ഡിഫീറ്റ്, അതായത് പരാജയപ്പെട്ടിട്ട് പോലും അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ ഒരു പരാജയത്തെ റോയൽ ഡിഫീറ്റായി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം എന്നാണ്. അതായത് ജനങ്ങളുടെ കാശെടുത്ത് പുട്ടടിക്കുക, ഇതാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും രാജ്യസഭാ MP സ്വാതി മല്ലിവാൾ ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. സമാനമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ആം ആദ്മി പാർട്ടി ഈ അവകാശവാദം നിരസിക്കുകയാണ് ചെയ്തത്. പോരാത്തതിന് അലോട്ട്മെൻറ്റ് ലെറ്റർ കാണിക്കാൻ BJPയെ വെല്ലുവിളിക്കുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതേസമയമാണ് BJP ഇപ്പോൾ ആ ബംഗ്ലാവിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.